Welcome to Vedantu Malayalam channel. എല്ലാവർക്കും Vedantu Malayalam channelലേക്ക് സ്വാഗതം. It's me Lerin, your physics master teacher. And ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് നീറ്റിലെ നമ്മൾ പ്രതീക്ഷിക്കുന്ന ദിവസങ്ങളെ കുറിച്ചിട്ടാണ്. നമുക്ക് കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡേറ്റ്സ് ഉണ്ട് അല്ലേ? നമ്മുടെ നോട്ടിഫിക്കേഷൻ വരുന്ന ദിവസം, നമ്മുടെ അഡ്മിറ്റ് കാർഡ് വരുന്ന ദിവസം, നമ്മുടെ എക്സാമിന്റെ ദിവസം, നമ്മുടെ റിസൾട്ട് വരുന്ന ദിവസം. സോ കഴിഞ്ഞ വർഷങ്ങളിലെ കുറച്ച് അനാലിസിസ് വെച്ചിട്ട് നമുക്ക് കുറച്ച് ഡേറ്റ്സിൽ നമുക്ക് ഒരു ക്ലാരിറ്റി വരുത്താം. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കറിയാം നീറ്റിൽ ആദ്യം വരുന്നത് നീറ്റിന്റെ നോട്ടിഫിക്കേഷൻ, നീറ്റ് 2024 നോട്ടിഫിക്കേഷൻ ആണ് നമുക്ക് ഫസ്റ്റ് വരുന്നത് അല്ലെ? സോ ആ നോട്ടിഫിക്കേഷൻ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഡിസംബർ ലാസ്റ്റ് വീക്ക്. ഓക്കെ, ഡിസംബർ ലാസ്റ്റ് വീക്കിലാണ് നമ്മൾ നോട്ടിഫിക്കേഷൻ എക്സ്പെക്ട് ചെയ്യുന്നത്. ഓക്കെ, നീറ്റ് 2024 നോട്ടിഫിക്കേഷൻ NTA ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഡിസംബർ ലാസ്റ്റ് വീക്കിലാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ആൻഡ് ഓഫ് കോഴ്സ് ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നീറ്റിന് നമ്മൾ അപ്ലൈ ചെയ്യണം അല്ലെ? അപ്പം അതായത് നമ്മുടെ അപ്ലിക്കേഷൻ ഫോം വരുന്നത്, അപ്ലിക്കേഷൻ ഫോം അല്ലെങ്കിൽ അപ്ലിക്കേഷൻ വിൻഡോ വരുന്നത് ഇറ്റ് വിൽ ബി മാർച്ച് ഫസ്റ്റ് വീക്ക്. ഓക്കെ, മാർച്ച് ഫസ്റ്റ് വീക്കിലായിരിക്കും അപ്ലിക്കേഷൻ വിൻഡോ ഓപ്പൺ ചെയ്യാൻ പോകുന്നത്. ഇത് ഏകദേശം എക്സ്പെക്ടേഷൻ ആണ് നമ്മുടേത്. സോ ഫസ്റ്റ് വീക്കിൽ നമുക്ക് അപ്ലിക്കേഷൻ ഫോം നമുക്ക് ഫില്ല് ചെയ്ത് തുടങ്ങാനായിട്ട് പറ്റും. ആൻഡ് ഇപ്പോഴേ പറയുകയാണ് ലാസ്റ്റ് മിനിറ്റിലോട്ട് വരരുത്, കാരണം സൈറ്റിന് എന്തെങ്കിലും പ്രശ്നം വരുന്നു അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റാത്ത എന്തെങ്കിലും സാഹചര്യം വരുന്നു, ലാസ്റ്റ് ദിവസത്തിലോട്ട് മാറ്റി വെക്കരുത്. ഫസ്റ്റ് വീക്കിൽ തന്നെ നമ്മൾ, അതായത് അപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യാൻ ഓപ്പൺ ആയിട്ടുണ്ടെങ്കിൽ, അപ്ലിക്കേഷൻ വിൻഡോ ഓപ്പൺ ആയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഒഫീഷ്യൽ വെബ്സൈറ്റ് ആയിട്ടുള്ള NTA സൈറ്റിൽ മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ ഓഫ് കോഴ്സ് അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? യെസ്, ആ ഫസ്റ്റ് വീക്കിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? പോയി ഫില്ല് ചെയ്ത് കൊടുക്കണം. അപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ ആ ടൈമിൽ നമ്മൾ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. സോ അതുകൊണ്ട് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട, ഇത് ജസ്റ്റ് നിങ്ങളുടെ ഒരു ഇൻഫർമേഷന് വേണ്ടിയിട്ട് പറയുന്നതാണ്. സോ അപ്ലിക്കേഷൻ ഫോം ഇനി ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ ചിലപ്പോൾ മിസ്റ്റേക്സ് ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. നമ്മുടെ അപ്ലിക്കേഷൻ ഫോമിൽ ചിലപ്പം കുറച്ച് മിസ്റ്റേക്സ് ഒക്കെ സംഭവിച്ചിട്ടുണ്ടായിരിക്കും. സോ കറക്ഷൻ വിൻഡോ, ഓക്കെ, നമ്മൾ അപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്തിട്ട് അതിന്റെ കറക്ഷൻ വിൻഡോ നമുക്ക് ഓപ്പൺ ആവുന്നത്, ഓക്കെ, കറക്ഷൻ വിൻഡോ ഓപ്പൺ ആവുന്നത് ഓൾമോസ്റ്റ് ഏപ്രിൽ ഫസ്റ്റ് വീക്കിൽ. ഓക്കെ, ഏപ്രിൽ ഫസ്റ്റ് വീക്കിൽ നമുക്ക് കറക്ഷൻ വിൻഡോ ഓപ്പൺ ആയിട്ട് വരും. ആൻഡ് അതിനുശേഷം നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഏപ്രിൽ 3rd വീക്ക് ആവുമ്പോഴത്തേനും, ഓക്കെ, ഏപ്രിൽ 3rd വീക്ക് we can expect നമ്മുടെ അഡ്മിറ്റ് കാർഡ്. ഓക്കെ, അഡ്മിറ്റ് കാർഡ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഏപ്രിൽ 3rd വീക്കിനാണ്. ആൻഡ് ഓൾസോ മെയ് 1st or 2nd വീക്ക്. ഓക്കെ, മെയ് 1st or 2nd വീക്ക് നമുക്ക് നീറ്റ് എക്സാം പ്രതീക്ഷിക്കാം. ഓക്കെ, നീറ്റ് എക്സാം പ്രതീക്ഷിക്കാം. ആൻഡ് ഓഫ് കോഴ്സ് ജൂൺ 1st or 2nd വീക്ക്. ഓക്കെ, ജൂൺ 1st or 2nd വീക്ക് നമുക്ക് റിസൾട്ട്, നീറ്റിന്റെ റിസൾട്ടും എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, യെസ്, അപ്പം ഇതാണ് നമ്മുടെ എക്സ്പെക്ടഡ് ഡേറ്റ്സ് വരുന്നത്. സോ ഓഫ് കോഴ്സ് ഫസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ നോട്ടിഫിക്കേഷൻ ആണ്. നോട്ടിഫിക്കേഷൻ വരുന്നത് എപ്പോഴായിരിക്കും? ഏകദേശം ഡിസംബർ ലാസ്റ്റ് വീക്കോടെ തന്നെ നോട്ടിഫിക്കേഷൻ വരും. സോ ഇതുവരെയും സീരിയസ് അല്ലാത്തവര് നിങ്ങൾ മനസ്സിലാക്കാം, ഇപ്പൊ നമ്മൾ സെപ്റ്റംബറിലാണ് നിൽക്കുന്നത് അല്ലെ? ഒക്ടോബർ, നവംബർ, ഡിസംബർ. സോ വളരെ കുറച്ച് മാസങ്ങൾക്കുള്ളിൽ നമുക്ക് എന്ത് കിട്ടും? നോട്ടിഫിക്കേഷൻ വരും. ആൻഡ് ഈ ദിവസത്തിൽ വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടാവില്ല, ഏറെക്കുറെ ഈ ദിവസങ്ങളിൽ തന്നെ ആയിരിക്കും, അതായത് ഈ വീക്കുകളിൽ തന്നെ ആയിരിക്കും നമുക്ക് എക്സ്പെക്ട് ചെയ്യുന്ന സംഭവങ്ങളെല്ലാം, അതായത് നമ്മുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം സംഭവിക്കാൻ പോകുന്നത്. സോ യെസ്, ഡിസംബർ ലാസ്റ്റ് വീക്കിൽ നമുക്ക് നോട്ടിഫിക്കേഷൻ എക്സ്പെക്ട് ചെയ്യാം. ആൻഡ് ദെൻ നമ്മുടെ അപ്ലിക്കേഷൻ വിൻഡോ നമുക്ക് പ്രതീക്ഷിക്കാവുന്നത് മാർച്ച് 1st വീക്ക് ആണ്. കറക്ഷൻ വിൻഡോ ഏപ്രിൽ 1st വീക്ക്. ദെൻ നമ്മുടെ അഡ്മിറ്റ് കാർഡ് ഏപ്രിൽ 3rd വീക്ക് ഓർ 4th വീക്ക്. ആൻഡ് ഓൾസോ നമ്മുടെ മെയ് 1st അല്ലെങ്കിൽ 2nd വീക്കിന് നമുക്ക് എന്ത് എക്സ്പെക്ട് ചെയ്യാം? നമ്മുടെ നീറ്റ് എക്സാം എക്സ്പെക്ട് ചെയ്യാം. അതിലും ഒരുപാട് ഡിലേ ഉണ്ടാകാനുള്ള ചാൻസസ് ഒന്നുമില്ല. ആൻഡ് ഓൾസോ ജൂൺ 1st or 2nd വീക്ക് അഗെയിൻ നമ്മുടെ നീറ്റ് റിസൾട്ടും നമുക്ക് കിട്ടും. സോ നമുക്ക് ഏറെക്കുറെ നമ്മുടെ എന്താ പറയുക ഫ്യൂച്ചറിനെ കുറിച്ചിട്ടുള്ള ഒരു ക്ലാരിറ്റി നമുക്ക് കിട്ടുകയും ചെയ്യും. സോ ഇതാണ് നമുക്ക് പറയാനുള്ള എക്സ്പെക്റ്റഡ് ഡേറ്റ്സ് എന്ന് പറയുന്നത്. സോ അഫ്കോഴ്സ് നിങ്ങൾ ഈ ഒരു ടാർഗറ്റ് വെച്ചിട്ട് നിങ്ങൾ ടൈം ടേബിൾ ഫിക്സ് ചെയ്യുവാണ്, നിങ്ങൾ നീറ്റിന് പഠിക്കാനുള്ള ടൈം ടേബിൾ ഫിക്സ് ചെയ്യുവാണ്. ഇതൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഈ എക്സ്പെക്റ്റഡ് ഡേറ്റ്സ് വളരെയധികം ഹെൽപ്പ് ചെയ്യും. കാരണം ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് ടാർഗറ്റ് ചെയ്യാം മെയ് 1st വീക്ക്. ഇനി ഏതെങ്കിലും കാരണവശാൽ എക്സാം
ഡിലേ ആകുകയാണ്. എക്സാം വരുന്നത് ജൂണിലാണ്. സോ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് ഒരു 1 മന്തോളം ബഫർ ടൈം കിട്ടും. അതായത് അഡീഷണൽ പ്രിപ്പറേഷന് നിങ്ങൾക്ക് സമയം കിട്ടും. സോ ഇത് ഏറ്റവും ഏർലിയസ്റ്റ് വരുന്ന ദിവസങ്ങളാണ് നമ്മൾ പറയുന്നത്. സോ ഈ ദിവസങ്ങളിൽ തന്നെ അല്ലെങ്കിൽ ഈ വീക്കുകളിൽ തന്നെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന കാര്യങ്ങൾ നടക്കാനും സാധ്യതയുണ്ട്. സോ വൺസ് നിങ്ങൾ ഒരു ടൈം ടേബിൾ ഫിക്സ് ചെയ്യുന്ന സമയത്ത് തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, യെസ് ഈ പറയുന്ന പോലെ ഒരു മെയ് ഫസ്റ്റ് വീക്കിൽ എക്സാം വരുന്നു എന്നുള്ള രീതിയിൽ തന്നെ നിങ്ങൾ ടൈം ടേബിൾ ഫിക്സ് ചെയ്ത് മുന്നോട്ട് പോവുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട്, നിങ്ങൾ വിചാരിച്ച സ്കോറിൽ പ്രോപ്പർ ടൈം ടേബിൾ ഉണ്ടാക്കിയിട്ട് ഈ ദിവസങ്ങൾ ഇൻക്ലൂഡ് ചെയ്ത് നിങ്ങൾ ചെയ്യുവാണെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. സോ ഇത്തവണത്തെ നീറ്റ് 2024 പ്രിപ്പയർ ചെയ്യുന്ന എല്ലാ സ്റ്റുഡൻസിനോടും പറയാനുള്ളത്, അടിച്ചു പൊളിച്ച് പഠിക്കും മക്കളെ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് നീറ്റ് ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റും. ആൻഡ് അതിന്റെ ഒപ്പം വേണ്ടത് ഈ ഒരു സ്പിരിറ്റ് മാത്രം പോരാ, ഓൾവേസ് ആ ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള മൈൻഡും നമുക്ക് വേണം. നമുക്ക് പല ഡിസ്ട്രാക്ഷൻസ് ഉണ്ടായിരിക്കും, പലതും ഉണ്ടായിരിക്കും. കാരണം ഇനിയും നമ്മൾ തുടങ്ങിയിട്ടില്ലെങ്കിൽ വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഇനി പറയുന്ന പോലെ തന്നെ നമ്മൾ പറയും 2 മാസത്തിനുള്ളിൽ നീറ്റ് ക്രാക്ക് ചെയ്യാം, 3 മാസത്തിനുള്ളിൽ നീറ്റ് ക്രാക്ക് ചെയ്യാം. ക്രാക്ക് ചെയ്തവരുണ്ട്, ഓക്കെ, അവർ എക്സ്പെക്ട് ചെയ്ത സ്കോറിൽ അവർ എത്തിയവരുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഈ 6 മാസം അല്ലെങ്കിൽ 7 മാസമാണ് നമുക്കിനി മുമ്പിൽ കിടക്കുന്നത്. ഈ 7 മാസത്തിനുള്ളിൽ നിങ്ങൾ വിചാരിക്കുന്ന ടാർഗറ്റുകൾ നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാനായിട്ട് പറ്റണമെങ്കിൽ, ഓക്കെ, റിലാക്സ്ഡ് ആയിട്ട്, ഓക്കെ, ഈ 2 മാസത്തിൽ നീറ്റ് അതുവരെ ഒന്നും പഠിക്കാത്ത 2 മാസത്തിൽ ഞാൻ പഠിച്ചു എന്ന് പറയുന്ന കുട്ടികളോട് നിങ്ങളൊന്ന് ചോദിച്ചു നോക്കുക അവർ എത്രത്തോളം എഫേർട്ട് ഇടുന്നുണ്ടെന്ന്. സോ ഇപ്പം മുതൽ നിങ്ങൾ തുടങ്ങുവാണെങ്കിൽ നാളെ ഇല്ല, ഇന്ന് തന്നെ നിങ്ങൾ തുടങ്ങുന്നു, പ്രോപ്പർ ആയിട്ട് പഠിക്കുന്നു, നോട്ട്സ് ഉണ്ടാക്കുന്നു, ടൈം ടേബിൾ ഉണ്ടാക്കുന്നു, ഫിക്സ് ചെയ്ത് ഓരോ കാര്യങ്ങളും എന്താ പറയുക ടൈം ബ്ലോക്ക് ഇട്ട് നിങ്ങൾ പഠിക്കുന്നു, ചെയ്യുന്നു, ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് നല്ല റിസൾട്ട് ഉണ്ടാകും. സോ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് മാത്രം പോരാ, ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ഒരു മൈൻഡും കൂടെ വേണം. വളരെ എന്തൂസിയാസ്റ്റിക് ആയിട്ട് ഓൾവേസ് നിങ്ങൾ നിൽക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് നീറ്റ് ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റും. സോ ഇനിയും നിങ്ങൾക്ക് നീറ്റിന്റെ ക്ലാസ്സസ് വേണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. നമ്മൾ നീറ്റിന്റെ ക്ലാസ്സസ് ആയിട്ട് വരുന്നതായിരിക്കും. ആൻഡ് നിങ്ങൾക്ക് ടെലഗ്രാമിൽ നമ്മൾ ഒരുപാട് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾക്ക് അവിടെയും ഒരുപാട് കാര്യങ്ങൾ കിട്ടും. സോ സ്റ്റേ ട്യൂൺഡ് ടു വേദാന്തു മലയാളം ചാനൽ ഫോർ മോർ വീഡിയോസ് ആൻഡ് അപ്ഡേറ്റ്സ്. താങ്ക് യു സോ മച്ച്.